കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലും ഭാഷാപരമായ സ്വത്വത്തിലും വലിയ മാറ്റങ്ങൾ കുറിക്കുന്ന ഒന്നാണ് സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയിൽ കേരളം എന്നാക്കി മാറ്റാനുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ പുതിയ തീരുമാനം. പതിറ്റാണ്ടുകളായി മലയാളികൾ ആഗ്രഹിക്കുന്ന ഈ മാറ്റത്തിന് കേന്ദ്രത്തിന്റെ പച്ചക്കൊടി ലഭിച്ചതിന് പിന്നാലെ പതിവ് പോലെ തന്റെ തനതായ ശൈലിയിലുള്ള നർമ്മവും വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശശി തരൂർ MP. വെറുമൊരു പേരുമാറ്റം എന്നതിനപ്പുറം അത് അന്താരാഷ്ട്ര തലത്തിലും ഭാഷാപരമായ തലത്തിലും എങ്ങനെയൊക്കെ ബാധിക്കുമെന്നാണ് തരൂർ തന്റെ എക്സ് പോസ്റ്റിലൂടെ ചോദിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലെ പാണ്ഡിത്യത്തിന് പേര് കേട്ട വ്യക്തിയാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ എന്നതിൽ നിന്നും എന്നതിലേക്കുള്ള മാറ്റം ഇംഗ്ലീഷിൽ വരുത്താനിടയുള്ള കൗതുകകരമായ പ്രത്യാഘാതങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാകുമ്പോൾ അവിടുത്തെ നിവാസികളെ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കണം എന്നതായിരുന്നു തരൂരിന്റെ പ്രധാന ചോദ്യം. നിലവിൽ കേരളൈറ്റ്സ് എന്ന് നാം വിളിക്കുന്നത്, എന്നാൽ പുതിയ പേരനുസരിച്ചത് കേരള മൈറ്റ് എന്നാക്കുകയാണെങ്കിൽ അതൊരു ചെറിയ അണുജീവിയുടെ പേര് പോലെ തോന്നിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇനി കേരള മൈഡ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ അതൊരു അപൂർവ ധാതുവിന്റെയോ രാസവസ്തുവിന്റെയോ പേര് പോലെ ഇരിക്കുമെന്നും അദ്ദേഹം കുറിച്ചു. ഭാഷാപരമായ ഇത്തരം സങ്കീർണതകൾ കൂടി പരിഗണിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പല ഉത്തരേന്ത്യക്കാരും വിദേശികളും കേരളം എന്നതിന് പകരം കേരള എന്നാണ് തെറ്റായി ഉച്ചരിക്കാറുള്ളത്. ഇത് മലയാളികൾക്ക് പലപ്പോഴും കൈപ്പേറിയ ഒരു അനുഭവമാണ്. പേര് മാറ്റുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്പെല്ലിംഗ് പിശകുകൾ തിരുത്തുക എന്നതാണെന്നും തരൂർ ഓർമ്മിപ്പിച്ചു. സ്പെല്ലിംഗ് മാറ്റം വന്നാലും ഉച്ചാരണത്തിൽ ആളുകൾ വരുത്തുന്ന അബദ്ധങ്ങൾ തുടരുന്നത് ഗുണകരമാകില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. പുതിയ പേര് വരുമ്പോൾ ജനങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണമെങ്കിൽ ഒരു മത്സരം തന്നെ സംഘടിപ്പിക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു. ഏറ്റവും അനുയോജ്യമായ പേര് കണ്ടെത്തുന്നവർക്ക് സമ്മാനം നൽകുന്ന രീതിയിലുള്ള ഒരു മത്സരം നല്ലതായിരിക്കുമെന്നും തരൂർ കൂട്ടിച്ചേർത്തു. വെറുമൊരു ഭാഷാപരമായ കളി എന്നതിലുപരി ഇതിന് പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ടെന്നും തരൂർ ആരോപിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണിതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന പരിഹാസം. വികാരപരമായ കാര്യങ്ങളെ മുൻനിർത്തി വോട്ട് തേടാനുള്ള ശ്രമമാണിതെന്ന് അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ പറയാതെ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ജനശ്രദ്ധ തിരിക്കാനാണോ എന്ന ചോദ്യവും ഇതിലൂടെ അദ്ദേഹം ഉയർത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസായ സേവാ തീർത്തിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് കേരളത്തിന്റെ പേര് മാറ്റാനുള്ള നിർണായക തീരുമാനമെടുത്തത് എന്നത് ശ്രദ്ധേയമാണ്. പുതിയ പാർലമെന്റും പുതിയ ഓഫീസുകളും പ്രവർത്തനം ആരംഭിച്ച വേളയിൽ തന്നെ ഇത്തരമൊരു തീരുമാനം വന്നത് രാഷ്ട്രീയമായി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മലയാള ഭാഷയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. എന്നാൽ ഇംഗ്ലീഷിലും ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിലും ഇത് കേരള എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ഭാഷകളിലും ഇത് കേരളം എന്ന് തന്നെയാക്കി മാറ്റണമെന്നത് കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയമായിരുന്നു. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ സ്വത്വം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയെങ്കിലും ഇത് ഔദ്യോഗികമായി നടപ്പിലാക്കാൻ ചില ഘട്ടങ്ങൾ കൂടിയുണ്ട്. കേന്ദ്ര മന്ത്രിസഭയുടെ ശുപാർശ അംഗീകാരം വേണം. അതോടൊപ്പം ഈ ബില്ല് ആദ്യം കേരള നിയമസഭയുടെ പരിഗണനയ്ക്ക് അയക്കുകയും വേണം. തുടർന്ന് അവിടെ ഇതിന്മേൽ ചർച്ചകളും അംഗീകാരവും വേണം. നിയമസഭയുടെ അനുമതി ലഭിച്ച ശേഷം ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും വേണം. ഇരുസഭകളും പാസാക്കിയാൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി പൂർണ്ണമാകൂ. രാഷ്ട്രപതിയുടെ ഒപ്പുകൂടി ലഭിക്കുന്നതോടെ ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങുകയും ചെയ്യും. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ നടപടിക്രമങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. കേരളത്തിന്റെ സാംസ്കാരികവും ഭാഷാപരവുമായ തനിമ നിലനിർത്താൻ ഈ തീരുമാനം സഹായിക്കുമെന്ന് കേന്ദ്രം അവകാശപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തരൂരിന്റെ പോസ്റ്റിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. മലയാളികൾ പലപ്പോഴും തമാശയായി ഉപയോഗിക്കാറുള്ള വാക്കുകളെ ഗൗരവകരമായ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ തരൂരിന് സാധിച്ചു. കേരളം എന്നത് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന പേരാണെങ്കിലും അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഭൂരിഭാഗം ആളുകളും ചിന്തിച്ചിരുന്നില്ല. തരൂരിന്റെ പ്രതികരണം ആ ചിന്തകൾക്ക് വഴിമരുന്നിട്ടു. അതേസമയം പേര് മാറ്റുന്നത് കൊണ്ട് മാത്രം ഗുണകരമാകില്ലെന്നും സ്പെല്ലിംഗും ഉച്ചാരണവും ശരിയാക്കാൻ ബോധപൂർവമായ ഇടപെടലുകൾ നടത്തണമെന്നും അഭിപ്രായപ്പെടുന്നവർ ധാരാളമുണ്ട്. തരൂർ സൂചിപ്പിച്ച കേരള മൈറ്റ് എന്ന പദം ഇതിനോടകം തന്നെ ട്രോളന്മാരും ഏറ്റെടുത്തു കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാനുള്ള നീക്കം മലയാളികൾക്ക് അഭിമാനകരമായ ഒന്നാണ്. എന്നാൽ ശശി തരൂർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭാഷാപരമായ സൂക്ഷ്മതകൾ കൂടി ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട്. കേവലം ഒരു അക്ഷരം മാറ്റുന്നതിലുപരി നമ്മുടെ സാംസ്കാരിക സ്വത്വം ആഗോളതലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകണം. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാറ്റിവെച്ച് നോക്കിയാൽ കേരളത്തിന്റെ പേര് എല്ലാ ഔദ്യോഗിക രേഖകളിലും മലയാളത്തിൽ പറയുന്നത് പോലെ തന്നെ മാറ്റപ്പെടുന്നത് വലിയൊരു നാഴികക്കല്ലാണ്.